ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്രമായ വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ എന്നിവർ അല്പസമയത്തിനകം പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ റിനു ശ്രീധർ ഉണ്ട്. റിനു, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്തെ SITയുടെ പരിശോധന ഇന്നും തുടരുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഈ സന്നിധാനത്തെത്തിയ SIT സംഘം ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളിയിലും സ്ട്രോങ് റൂമിലും അടക്കം പരിശോധന നടത്തിയെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി ഇന്ന് വരും. കാസർഗോഡ്, മലപ്പുറം ജില്ലകളെക്കുറിച്ച് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ കിളിമാനൂരിലെ വാഹനാപകടത്തെ തുടർന്ന് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതടക്കം നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും ഇന്നത്തെ വാർത്താ പ്രഭാതം വലിയ തിരക്കുള്ള വാർത്തകളുമായി തന്നെയാണ് ആരംഭിക്കുന്നത്. തെക്കൻ കേരളം പരിശോധിക്കുകയാണെങ്കിൽ വലിയ വാർത്തകളുടെ ദിനം തന്നെയാണ് എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഇന്നും പ്രധാന വാർത്താ കേന്ദ്രമായി ഇടം പിടിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12 മണിക്കും തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ED പരിശോധന തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നും ആ പരിശോധനകൾ തുടരും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഒപ്പം സന്നിധാനത്ത് നടക്കുന്ന SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നും നടക്കും. ഇന്നലെയും സ്ട്രോങ് റൂമിലടക്കം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോറ്റിയുടെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി ഇന്നലെ പരിഗണിച്ചിരുന്നു. അതിൽ ഒരു അന്തിമ വിധി ഇന്നുണ്ടാകും എന്നുള്ളതാണ്. 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവികമായും ജാമ്യം ലഭിക്കും. പക്ഷേ ഈ സ്വർണ്ണപ്പാളി കേസ്, അതായത് കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജാമ്യം ലഭിക്കുക. അങ്ങനെയെങ്കിൽ പോലും ഈ ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നതിനാൽ പോറ്റിക്ക് ഈ ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറ്റൊന്ന്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. നമ്മുടെ ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. 2 പ്രതികളെ ആണ് ഇനി പിടികിട്ടേണ്ടതായിട്ടുള്ളത്. അവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ച് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ കേരളം വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കാസർഗോഡ് മലപ്പുറം പ്രസ്താവന, സജി ചെറിയാന്റെ പ്രസ്താവന, ഇത് വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യം ഉണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ന് ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സജി ചെറിയാൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ പരിശോധന തന്നെയാണ്. ആ പരിശോധന ഇന്നും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൃഷ്ണ. ശരി, റിനു ശ്രീധറാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിതയ്ക്ക് വേണ്ടിയാണ് അന്വേഷണം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ വലിയൊരു പ്രതികരണം ഒരു വീഡിയോയിലൂടെയൊക്കെ ഇട്ട ഒരു വ്യക്തി ഒളിവിലാണ്. അത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നാലെയുള്ള വിശദീകരണങ്ങളും അത് തന്റെ ഇടത്തോടുകൂടെ നേരിടാൻ തയ്യാറാകണം എന്ന അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഷിംജിത ഇപ്പോഴും ഒളിവിൽ വിദേശത്തേക്ക് കടന്നുവന്ന് ഒക്കെ പറയുന്നുണ്ട്. ഷിംജിത എവിടെ എന്നതിൽ എന്താണ് ഒരു വിശദീകരണം? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെയാണ് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് എങ്കിൽ അതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, നിയമ നടപടികളുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഷിംജിത ഇപ്പോൾ ഒളിവിലാണ്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള ആരോപിച്ചുകൊണ്ടായിരുന്നു ഷിംജിത ദീപക് എന്ന യുവാവിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. അത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ലക്ഷക്കണക്കിന് പേർ കാണുകയും ചെയ്തു. അതിൽ മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ തുടരുകയുമാണ്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് മാതാവ് നൽകിയ പരാതിയിൽ ഈ യുവതിയുടെ മൊഴിയെടുത്തു. അതുപോലെ തന്നെ ബസ് ജീവനക്കാരുടെ മൊഴിയും എടുത്തു. അതിനുശേഷമാണ് പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഈ പ്രതിക്കെതിരെ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തത്. അതിന് പിറകെയാണ് ഇവർ ഒളിവിൽ പോയിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് അവർ അഭിഭാഷകനെ കാണുകയും അങ്ങനെ മുൻകൂർ ജാമ്യത്തിലുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റ് വൈകുകയാണെങ്കിൽ അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വടകര ചോറോടുള്ള വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഇവിടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് അൽ അമീൻ എന്നുള്ള സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതോടൊപ്പം അതിലുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ആ മൊഴികളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു അസ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ബസ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. ഇതോടൊപ്പം തന്നെ അങ്ങനെ ആരെങ്കിലും ഇത്തരം പരാതികളുമായി വരികയായിരുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കാമായിരുന്നു. അതുപോലെ ഈ ബസ് ചെന്ന് നിൽക്കുന്നത് പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്താണ്. അങ്ങനെയെങ്കിൽ അപ്പോഴെങ്കിലും ആർക്കെങ്കിലും പരാതി നൽകാമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരാതിയും ഈ യുവതിയുടെ ഭാഗത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നീട് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരികയും ആ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്ത ശേഷമാണ് തങ്ങൾ പോലും ആ വിഷയം അറിഞ്ഞത് എന്നാണ് ബസ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. അതായത് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ബോധപൂർവം എടുത്തതാണ് എന്നുള്ള ആ ഒരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ യുവതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ വേർഷൻ അവർ പങ്കുവച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് തനിക്ക് മാത്രമല്ല മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ അത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഷിംജിത ഒളിവിലേക്ക് പോയിരിക്കുന്നത്. ഷിംജിതയെ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ഓക്കെ, എന്തായാലും അല്ലമീൻ ബസ് ജീവനക്കാരുടെ മൊഴിയും ഏറെ നിർണായകമാണ്. ഇത്തരത്തിൽ അസ്വാഭാവികമായ സംഭവങ്ങളൊന്നും ആ ബസ്സിൽ കണ്ടിരുന്നില്ല എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഷിംജിത ഒളിവിലാണ്. ഇനി നമുക്ക് വരേണ്ടത് കൊച്ചിയിലേക്കാണ്. അവിടെ നിതിൻ അംബുജനുണ്ട്. മധ്യ കേരളത്തിൽ നിന്ന് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുമായി. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണ്. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ 1ാമത്തെ ബലാത്സംഗ കേസിൽ കോടതി നേരത്തെ തന്നെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഇതിലെ ഈ ഒരു കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണല്ലോ. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരു സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നിർണായകമായ നീക്കത്തിന് ഇന്ന് ആലപ്പുഴ വേദിയാവുകയാണ്. NSS SNDP ഐക്യ നീക്കത്തിലെ ആ ഒരു തുടർ നടപടികൾ ഇന്ന് ആലപ്പുഴയിൽ വെച്ച് ആലോചിക്കുകയാണല്ലോ. ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. മധ്യകേരളം എന്നൊരു തിരക്ക് പിടിച്ചൊരു വാർത്താ ദിനം കൂടിയാണ് ഉണ്ടാവുക. നേരത്തെ ക്രിസ്റ്റീൻ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് 3 പ്രതികളുടെ ജാമ്യം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ശബരിമലയിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ A. പത്മകുമാർ, അതോടൊപ്പം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, കൂടാതെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ 3 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക. നേരത്തെ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ജാമ്യാപേക്ഷ SIT നേരത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിൽ തനിക്ക് അല്ലെങ്കിൽ A. പത്മകുമാറും അതോടൊപ്പം തന്നെ മുരാരി ബാബു മുന്നോട്ട് വയ്ക്കുന്ന വാദം ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളൊരു വാദമാണ് A. പത്മകുമാറും മുരാരി ബാബു മുന്നോട്ട് വയ്ക്കുന്നത്. ജസ്റ്റിസ് A. ബദ്രുവിന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് വിധി പറയുക. അതേസമയം തന്നെ ഈ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം നേരത്തെ തന്നെ ശബരിമലയിൽ 1,40,00,000 രൂപ സ്പോൺസർ ചെയ്തിരുന്നു. ആ താൻ തന്നെ എന്തിന് സ്വർണ്ണം മോഷ്ടിക്കണമെന്നൊരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ SIT ശക്തമായി എതിർത്തിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഇന്നും SIT ശക്തമായി എതിർക്കും. നേരത്തെ തന്നെ SIT ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം കേസ് ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. ആദ്യ ബലാത്സംഗ കേസിലാണ് ഇതിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യം തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയിൽ വരികയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയിൽ 3ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ കേസിന്റെ ഈ തൽസ്ഥിതി വിവരങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ പോലീസ് അത് കോടതിയെ ധരിപ്പിക്കും. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ ഈ 3ാമത്തെ കേസിലെ അറസ്റ്റ് സാഹചര്യം കൂടി കോടതിയെ അറിയിക്കും. അതിജീവിത മൊഴിയടക്കമുള്ള സത്യവാങ്മൂലം ഇന്ന് കോടതിയെ സമർപ്പിക്കാൻ പോകുന്നത്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരവും ഇന്ന് കോടതിയെ ധരിപ്പിക്കും. ആ നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ 2ാമത്തെ ബലാത്സംഗ കേസിലൊക്കെ തന്നെ കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ വരാനിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ക്രിസ്റ്റീൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയ രാഷ്ട്രീയമായിട്ടുള്ളൊരു ചർച്ചകളിലേക്ക് പോയ ഒരു ഐക്യ
നീക്കമാണ് SNDPയുടെയും NSSന്റെയും. അതിന്റെ ഒരു തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ SNDPയുടെ ഭാഗത്തുനിന്നും ഒരു ആദ്യ യോഗം ഇന്നിപ്പോൾ ആലപ്പുഴയിൽ ചേരാനിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് യോഗം. കേരളത്തിനകത്തും പുറത്തുമുള്ള SNDPയുടെ യൂണിയൻ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് ശേഷമാകും ഒരു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവുക. അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പായി തന്നെ ഈ ഒരു ഐക്യനീക്കം മുന്നോട്ട് വേണം എന്നൊരാവശ്യമാണ് SNDP മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ വേഗത്തിൽ തന്നെ ഒരു തുടർ നടപടിയെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം എന്തായാലും SNDPയുടെയും NSSന്റെ ഭാഗത്തും ഉണ്ടാകും. അതിൻ്റെ ആദ്യ നടപടിയെ തന്നെ ഈ ഒരു യോഗത്തെ നമുക്ക് വിലയിരുത്താം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷമാണ് NSSും SNDPയും ഐക്യമായി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഏത് നിലയിൽ ഗുണം ചെയ്യും, ആർക്ക് ഗുണം ചെയ്യും എന്നൊക്കെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി തന്നെ നമുക്ക് വ്യക്തമാകും. എന്തായാലും രാവിലെ 10 മണിക്ക് ആലപ്പുഴയിലാണ് SNDPയുടെ ഒരു യോഗം ചേരാനിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഈ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പുറത്തും അതോടൊപ്പം തന്നെ അകത്തുമുള്ള യൂണിയൻ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് നിലവിലത്തെ സാഹചര്യം അതോടൊപ്പം തന്നെ ഐക്യനീക്കത്തിന്റെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ഏത് നിലയിൽ വേണമെന്ന കാര്യമൊക്കെ തന്നെ ചർച്ചയാകും. അതിനുശേഷമാകും ഈ ഐക്യനീക്കം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുക. എന്തായാലും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണണം എന്നൊരു അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യത ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയോട് തന്നെ വ്യക്തമാവുകയും ചെയ്യും. ക്രിസ്റ്റീന. ഓക്കെ, അതൊക്കെയാണ് മധ്യ കേരളത്തിൽ നിന്ന് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ. പ്രേക്ഷകർക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത് നിതിൻ അംബുജൻ. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് ഇന്ന് നിയമസഭ ആദരമർപ്പിക്കും. കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരം അർപ്പിക്കൽ മാത്രമാണ് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ട. ജമീലയെ അനുസ്മരിച്ച് സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും സംസാരിക്കും. കൊയിലാണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കാനത്തിൽ ജമീല ഒരു മാസം മുൻപാണ് മരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ മേൽക്കൈയുടെ ഊർജ്ജത്തിലാണ് മാനന്തവാടിയിലെ UDF ക്യാമ്പ്. മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് പ്രഖ്യാപനം. മന്ത്രി OR കേളുവിന് തന്നെയാകും LDF പരിഗണന നൽകുന്നത്. മാനന്തവാടി മാത്രമാണ് LDFന് വയനാട്ടിൽ ആകെയുള്ള നിയമസഭാ സീറ്റ്. OR കേളുവല്ലാതെ മറ്റൊരു പേര് ഇവിടെ LDFനില്ല. അതുകൊണ്ട് ടേമിളവിൽ പ്രഥമ പരിഗണന OR കേളുവിന് തന്നെയാണ്. UDF സ്വാധീനമുള്ള മണ്ഡലം 2 തവണയായി നിലനിർത്തുന്നത് OR കേളുവിന്റെ വ്യക്തിപരമായ മികവായാണ് കണക്കാക്കുന്നത്. പട്ടികവർഗ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടുകളുടെ മേൽക്കൈയാണ് UDFനുള്ളത്. കോൺഗ്രസിൽ പരിഗണിക്കുന്ന പേരുകളിൽ പ്രധാനം G മഞ്ജുക്കുട്ടന്റേതാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ മഞ്ജുക്കുട്ടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. AICC നേതൃത്വവുമായുള്ള ബന്ധം മഞ്ജുക്കുട്ടന് തുണയായേക്കും. മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മഞ്ജുക്കുട്ടന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന. മുൻ MLA KK അണ്ണന്റെ മകനും അധ്യാപകനുമായ മുരളീദാസാണ് പരിഗണനയിലുള്ള മറ്റൊരാൾ. വനിതകൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ മുൻമന്ത്രി PK ജയലക്ഷ്മി സ്ഥാനാർത്ഥിയായേക്കും. എടവക പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഉഷ വിജയൻ, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷ CK ജാനുവിനെയും പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സീറ്റിനു വേണ്ടി JRP ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പണിയ സമുദായത്തിൽ നിന്നുള്ള ആദ്യ MBA ബിരുദധാരിയും സാമൂഹ്യ പ്രവർത്തകനുമായ മണിക്കുട്ടൻ പണിയനു വേണ്ടി നവമാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാണ്. നേരത്തെ BJP സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടും മണിക്കുട്ടൻ വഴങ്ങിയിരുന്നില്ല. കോൺഗ്രസ് പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ മണിക്കുട്ടനും നറുക്കു വീണേക്കാം. 24 വയനാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ പുതുമുഖങ്ങളെ രംഗത്തിറക്കാൻ കോൺഗ്രസ്. ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ ഇതിനോടകം സജീവമായിട്ടുണ്ട്. സീറ്റ് ആവശ്യവുമായി ഫോർവേഡ് ബ്ലോക്കും രംഗത്തെത്തി. കൊല്ലം സീറ്റിൽ സ്ഥിരം മുഖങ്ങളെ പരീക്ഷിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയമുണ്ടെങ്കിലും ഇടതിനു മേൽക്കൈയുള്ള മണ്ഡലത്തിൽ പുതുമുഖങ്ങളെ ഇറക്കിയുള്ള പരീക്ഷണമേ ഫലം കാണൂവെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ സജീവമാണ്. പക്ഷേ ബിന്ദു കൃഷ്ണയെ ഇറക്കിയാൽ വിജയം നേടാൻ കഴിയുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവിയും സീറ്റിനായി രംഗത്തുണ്ട്. മുതിർന്ന നേതാക്കളിൽ ചിലർ സൂരജ് രവിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതുമുഖത്തെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലിന്റെ പേരിലേക്ക് നേതൃത്വമെത്തും. സർക്കാരിനെതിരെ തുടർച്ചയായി നടത്തിയ സമരങ്ങളിലൂടെ ജില്ലയിൽ സജീവമാണ് വിഷ്ണു സുനിൽ. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നൽകിയ ഏക പേരും വിഷ്ണു സുനിലിന്റേതാണ്. കൊല്ലം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് ഫോർവേഡ് ബ്ലോക്കും രംഗത്ത് വന്നിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജന് സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. KPCC നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു.
RSPയും കൊല്ലം സീറ്റിനായി താൽപര്യം പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം. ഇതോടെ UDFൽ കൊല്ലം സീറ്റ് വിഷയം നീണ്ട ചർച്ചകൾക്ക് വഴിവെക്കും. 24 കൊല്ലം. തിരുവനന്തപുരം കിളിമാനൂരിൽ താർ ഇടിച്ച് ദമ്പതിമാർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത പോലീസ്. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നത് ആരോപിച്ച് പ്രതിഷേധിച്ച 9 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഈ മട്ടിലൊരു ഒത്തുകളിയുണ്ടെന്ന് ഇവർ ആരോപിക്കാനുള്ള കാരണം എന്താണ്? 2 അത്തരത്തിൽ പ്രതിഷേധിച്ചവരെക്കെതിരെ കേസെടുക്കുമ്പോൾ എന്ത് സന്ദേശമാണ് പോലീസ് നൽകുന്നത്? റിനു ശ്രീധറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ പ്രതിഷേധിച്ച 9 പേർക്കെതിരെ കേസെടുക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് പോലീസ് നൽകുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കിളിമാനൂരിൽ ദമ്പതിമാർ അപകടത്തിൽപ്പെട്ട് മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വലിയ രീതിയിൽ ഒത്തുകളിക്കുന്നു എന്നുള്ളത് 24 തന്നെയാണ് വാർത്ത പുറത്ത് കൊണ്ടുവന്നത്. ഇന്നലെ രണ്ടാമതായി മരിച്ച ഭർത്താവ് രജിത്തിന്റെ മൃതദേഹവും പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഇതിൽ ആണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസ് കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയും അതുപോലെ തന്നെ അല്ലാതെ 9 പേർക്കെതിരെയും നേരിട്ട് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസിന്റെ ഈ ഒത്തുകളി പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് എത്തുകയും നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നേരിട്ട് തന്നെ ഡിവൈഎസ്പി നടത്തുകയാണ്. 2 പ്രതികളെയാണ് ഇനി പിടികൂടാൻ ഉള്ളത്. ഈ 2 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. അവർ കേരളം തന്നെ വിട്ടിരിക്കാം എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 4-നാണ് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിൽ വെച്ച അംബിക അതുപോലെ തന്നെ രജിത്ത് ദമ്പതികളെ താർ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം ഈ അംബികയുടെ ദേഹത്തുകൂടി കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളെ അന്ന് തന്നെ പോലീസ് പിടികൂടി. മറ്റ് 2 പേർക്ക് എതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് നമുക്കെല്ലാം തന്നെ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഒത്തുകളിയുടെ വാർത്ത 24 ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നത്. ഇന്നിപ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയായിരുന്നു റിനു ശ്രീധർ. യുക്തിവാദിയും എഴുത്തുകാരനുമായ ഗോവിന്ദ് പൻസാരയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മരിച്ച നിലയിൽ സമീർ ഗെയ്ക്വാദിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമെന്ന് സംശയം. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ 2017 ജാമ്യം ലഭിച്ചതു മുതൽ വസതിയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഈ ഹൃദയാഘാതമാണ് കാരണമെന്നതിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? കൃഷിന് ആ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. ഡോക്ടർമാർ അതിനുവേണ്ടി കാക്കുന്നു എന്നതാണ് അറിയുന്നത്. അദ്ദേഹത്തെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നതാണ് വിവരം. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചിരുന്നു. സമീർ ഗെയ്ക്വാദ് എന്ന 55-കാരനാണ് മരിച്ചത്. ഇയാൾ ഗോവിന്ദ് പൻസാരെ വധക്കേസിൽ ആകെ 12 പ്രതികളാണുള്ളത്. അതിൽ 10 പേരെ പോലീസ് പിടികൂടിയിരുന്നു. അതിൽ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുള്ള പ്രധാന പ്രതികളിൽ ഒരാൾ ആണ് എന്ന് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘവും പിന്നീട് കേസ് അന്വേഷിച്ച ATSും കണ്ടെത്തിയിട്ടുള്ള ആളാണ് സമീർ ഗെയ്ക്വാദ്. നമുക്കറിയാം ഈ കേസ് 2015-ലാണ് സംഭവിക്കുന്നത്. കോലാപ്പൂരിൽ അന്ന് പ്രഭാത നടത്തത്തിന് പോയി മടങ്ങി വരുന്നതിനിടെയാണ് ഗോവിന്ദ് പൻസാരയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമയും മടങ്ങി വരുന്നതിനിടെയാണ് 2 പേർ ബൈക്കിലെത്തി തുരുതുരെ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഗോവിന്ദ് പൻസാരെ മരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ദുരാചാരങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ഒക്കെ നിലപാടെടുത്തിട്ടുള്ള യുക്തിവാദി നേതാവ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളെ വധിക്കാൻ വേണ്ടി സനാതൻ സംസ്ഥ എന്ന ഒരു തീവ്ര ഹിന്ദു സംഘടന തീരുമാനിക്കുകയും അവർ നടപ്പാക്കിയ ഒരു കൊലപാതകം എന്നതാണ് ATS കണ്ടെത്തിയത്. പക്ഷേ അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് പോകാതായതോടെയാണ് പൻസാരയുടെ കുടുംബം ഹൈക്കോടതി സമീപിക്കുകയും പിന്നീട് ATS തീവ്രവാദ വിരുദ്ധ സേന തന്നെ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും അന്ന് അറസ്റ്റിലായ പ്രതികളിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാളാണ് ഈ സമീർ. പിന്നീട് അന്ന് ഫെബ്രുവരി മാസത്തിലാണ് 2015 ഫെബ്രുവരി മാസത്തിലാണ് കൊലപാതകം നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ സമീർ അറസ്റ്റിലാവുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്റ്റീന. ശരി, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.
അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും എംഎൽഎയുമായ കെ ബാബു ഇന്ന് കോടതിയിൽ വിശദീകരണം അറിയിക്കും. കലൂർ PMLA കോടതിയിൽ അഭിഭാഷകൻ മുഖേനയാകും വിശദീകരണം നൽകുക. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഹാജരാകാൻ കെ ബാബുവിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അഭിഭാഷകനാണ് ഹാജരായത്. 2007 മുതൽ 2016 വരെയുള്ള കാലയളവിൽ വരുമാനത്തിൽ 25 ലക്ഷം രൂപയോളം അനധികൃതമായി കെ ബാബു സമ്പാദിച്ചതാണ് ഇഡിയുടെ കണ്ടെത്തൽ. കേസിൽ ഇഡി നേരത്തെ കെ ബാബുവിന്റെ 25 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് PMLA നിയമപ്രകാരമുള്ള കോടതി നടപടികൾ ആരംഭിച്ചത്. ദേശീയപാതയിൽ കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുൻപ് ദേശീയപാത അതോറിറ്റി തിടുക്കപ്പെട്ട് ടോൾ പിരിവ് തുടങ്ങിയെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ വിമർശനം. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി കോടതിയിൽ ഇന്ന് നിലപാട് അറിയിച്ചേക്കും. കോടതി സ്റ്റേ നൽകാത്തതിനാൽ ടോൾ പിരിക്കുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്നായിരുന്നു NHAAയുടെ വിശദീകരണം. 22 കിലോമീറ്റർ പരിധിയിൽ 2 സ്ഥലത്ത് ടോൾ പിരിവെന്നത് നിയമലംഘനമാണെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഹർജിയിലെ വാദം. വിഷയത്തിൽ കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ആരവല്ലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് സ്വമേധയായി എടുത്ത കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റെ പുതിയ നിർവചനം സ്റ്റേ ചെയ്തിരുന്നു. പർവ്വതമേഖലയെക്കുറിച്ച് പഠിക്കാൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാനും നിർദ്ദേശിച്ചു. വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ മയ്യിലിൽ പണയ സ്വർണം ബാങ്കിൽ നിന്ന് എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 6,75,000 രൂപ തട്ടിയ കേസിൽ പ്രതിപിടിയിൽ കൊളച്ചേരി ചക്കാലക്കൽ സ്വദേശി CK നൂറുദ്ദീനാണ് പോലീസിന്റെ വലയിലായത്. ഇരിക്കൂർ സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് പണം തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു. പ്രതി കടന്നുകളയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ CCTV ദൃശ്യങ്ങളിലേക്കാണ് വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ മട്ടിൽ പണയ സ്വർണം എടുത്തു നൽകാമെന്ന് പറഞ്ഞ് വലിയ തുക തട്ടുന്നു. അപ്പോൾ ആ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, ഇതുമായി മുങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം നിർണായകമാണ് ഈ ദൃശ്യങ്ങൾ? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇത് കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരം പണയ സ്വർണം ബാങ്കിൽ നിന്ന് എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത് കണ്ണൂർ മയ്യിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ബാങ്കിൽ നിന്ന് സ്വർണം എടുത്തു നൽകണം, അങ്ങനെ ഈ സ്വർണ്ണ വ്യാപാരിക്ക് നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് 6,75,000 രൂപ ഈ പ്രതിയായ നൂറുദ്ദീനും സംഘവും സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് വാങ്ങുന്നത്. സ്വർണ്ണ വ്യാപാരി ഇരിക്കൂർ സ്വദേശി ഹബീബ് പണം നൽകുകയും ചെയ്തു. അതിനുശേഷം ബാങ്കിനകത്തേക്ക് പോയി ബാങ്കിന്റെ പുറകുവശത്തുകൂടി ഈ CK നൂറുദ്ദീൻ മുങ്ങുകയായിരുന്നു. റോട്ടിൽ ഒരു ബൈക്ക് നിന്നിരുന്നു. ആ ബൈക്കിൽ കയറി പോകുന്നതായിരുന്നു പിന്നീട് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിലൊരു ഒന്നാം പ്രതിയുണ്ട്. ഒന്നാം പ്രതിയുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് പേര് പറയാത്തതെന്നാണ് പോലീസ് പറയുന്നത്. 2 പേരാണ് ഈ കേസിലുണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചക്കാലക്കൽ സ്വദേശി CK നൂറുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6,75,000 രൂപ ഈ പ്രതികൾ തട്ടിയെടുത്തിരുന്നു. പോലീസ് പറയുന്നത് വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഇങ്ങനെ ബാങ്കിൽ നിന്ന് പണയ സ്വർണം എടുത്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ തട്ടിപ്പിൽ ആരും കുടുങ്ങരുതെന്ന് കൂടിയുള്ള സന്ദേശം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഒന്നാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുവശത്തും പല മതിലുകളിലും പണയ സ്വർണം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു, എടുത്ത് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങളും ഫോൺ നമ്പറുകളും ഒക്കെ കാണാം. അപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്തരത്തിൽ ഉള്ള ചില വാഗ്ദാനങ്ങൾ തട്ടിപ്പുകളാകാം. അതുകൊണ്ട് അതിൽ ചെന്ന് തലയിടുന്നതിന് മുമ്പ് ജാഗ്രത കാണിക്കണം എന്ന് തന്നെയാണ്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 1-ാം മത്സരം രാത്രി 7-ന് വിദർഭയിലാണ്. ടീം ഇന്ത്യക്ക് 2020 ലോകകപ്പിന്റെ ട്രയൽ റൺ. ന്യൂസിലാൻഡിനെതിരായ 5 മത്സര പരമ്പരയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാനും കരുതൽ ശേഖരങ്ങൾ പരീക്ഷിച്ച് സജ്ജമാക്കി വെക്കാനും നിലവിലെ ചാമ്പ്യൻസിനിതാ അവസാന അവസരം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ജോഡി തന്നെയായിരിക്കും ഓപ്പണിംഗിൽ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 1 ഡൗണും. കഴിഞ്ഞ 22 മത്സരങ്ങളിൽ ഒറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാനാവാതെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നുപോകുന്ന സൂര്യയ്ക്ക് പരമ്പര അങ്ങേയറ്റം നിർണായകം. പരിക്കേറ്റ തിലക് വർമ്മയ്ക്ക് പകരം പ്ലേയിങ് 11-ൽ ഇഷാൻ കിഷനോ ശ്രേയസ് അയ്യരോ എന്നതിലാണ് പ്രധാന കൗതുകം. ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടതിനാൽ ഇഷാൻ കിഷനാണ് മുൻതൂക്കം. ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓൾറൗണ്ടർമാരായി ടീമിലെത്തും. പ്രോപ്പർ ഫിനിഷർ ടാഗ് ലൈൻ ഉണ്ടെങ്കിലും
റിങ്കു സിംഗിനേക്കാൾ ബൗൾ ചെയ്യുമെന്നത് ശിവൻ ദുബെയെയും പ്ലേയിങ് 11-ൽ എത്തിക്കും. ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിവർ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ 4ാം ബൗളറായി ഹർഷിത് റാണയോ അതോ കുൽദീപ് യാദവോ എന്നതിലാണ് മറ്റൊരു ആകാംക്ഷ. 2023 ശേഷം 2020 പരമ്പര കൈവിട്ടിട്ടില്ലെന്ന കരുത്തുറ്റ റെക്കോർഡുണ്ടെങ്കിലും ന്യൂസിലാൻഡിനെതിരെ ചരിത്രത്തിൽ ആദ്യമായി ഏകദിന സീരീസ് അടിയറവ് വെച്ചത് ഇന്ത്യ മറന്നുകൂടാ. മിച്ചൽ സാന്റനർ നയിക്കുന്ന ടീം ഡാരിൽ മിച്ചലും ഡെവൻ കോൺവേയും ഗ്ലെൻ ഫിലിപ്സും തുടങ്ങി വമ്പൻ താരങ്ങളാൽ സമ്പന്നമാണ്. സ്പോർട്സ് ഡെസ്ക് 24. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് എതിർക്കുന്ന രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുന്നതിനപ്പുറമുള്ള രീതികൾ അവലംബിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ഇത് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഗ്രീൻലൻഡും കാനഡയും വെനസ്വേലയും അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന AI ചിത്രം സോഷ്യൽ മീഡിയയിൽ ട്രംപ് പങ്കുവച്ചു. ഗസ സമാധാന പദ്ധതിക്കായുള്ള സമാധാന സമിതിയുടെ ചാർട്ടറിൽ നാളെ ട്രംപ് ദാവോസിൽ ഒപ്പുവയ്ക്കും. സമിതിയുടെ ചാർട്ടറിൽ ഗസയെപ്പറ്റി പരാമർശമില്ലെന്നും UN രക്ഷാസമിതിക്ക് ബദലായിട്ടാണ് ട്രംപ് ബോർഡ് ഓഫ് പീസിനെ വിഭാവനം ചെയ്യുന്നതെന്നും ആക്ഷേപം ശക്തമാണ്. അതേസമയം ഗസ സമാധാന സമിതിയിലേക്കില്ലെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ ഫ്രാൻസിനെതിരെ 200% തീരുവ ചുമത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി. കരീബിയൻ കടലിൽ അമേരിക്കൻ സൈന്യം മറ്റൊരു എണ്ണക്കപ്പൽ കൂടി പിടിച്ചെടുത്തു. ഇതോടെ പിടിച്ചെടുക്കുന്ന എണ്ണക്കപ്പലുകളുടെ എണ്ണം 7ആയി. അങ്ങനെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. നമസ്കാരം. താങ്ക് യു കൃഷ്ണ ചെറിയാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 21 ബുധനാഴ്ച, മകരമാസം 7-ാം തീയതി. 3.5 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ തുടങ്ങുകയാണ്. പല ടൈം സോണിൽ നിന്ന് ഈ പരിപാടി കാണുന്ന എല്ലാവരെയും വർദ്ധിത വീര്യത്തിൽ സ്വാഗതം ചെയ്ത് നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ആദ്യം നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. സുഭാഷിതം. കാലത്തിന് കടുത്ത വെല്ലുവിളിയുണ്ട്, നമുക്കറിയാം. ഓരോ കാലഘട്ടത്തിന് ഓരോ സ്വഭാവമായിരിക്കും. ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് തൻ്റെതായ സംഭാവനകൾ നിലനിർത്തുന്ന ആളുകളെയാണ് നമ്മൾ അനശ്വര പ്രതിഭകൾ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്നത്. അവർ കാലത്തിനൊപ്പമോ അതല്ലെങ്കിൽ കാലത്തിന് അപ്പുറമോ സഞ്ചരിക്കും. ചിലപ്പോൾ അവർ ജീവിക്കുന്ന കാലം തന്നെ അവർ എഹെഡ് ഓഫ് ടൈം ആയിരിക്കും. കാലത്തിനപ്പുറം കടന്ന് ചിന്തിക്കാൻ ഈ പ്രതിഭകൾക്ക് കഴിയും. അങ്ങനെ ഒരാളാണ് മലയാളത്തോട് വളരെ ആഴത്തിൽ സംസാരിച്ച കവി കുമാരനാശാൻ. ആശയ ഗംഭീരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചില ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കും. വൈരുദ്ധ്യങ്ങളുടെ, കോൺട്രഡിക്ഷൻസിൻ്റെ സമാഹാരമാണ് കുമാരനാശാൻ്റെ കവിതകൾ. അത് ആശാനെ കുറിച്ചുള്ളൊരു വിമർശനമായിട്ട് ചില നിരൂപകരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. സ്വയം വിമർശിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മടിയില്ലാതെ താൻ നേരത്തെ എഴുതിയതിനെതിരെ പറയാനും തിരുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ മിനുക്കിയെടുക്കുന്ന വരികളാണ് കാലത്തിൻ്റെ വെല്ലുവിളികളെ കടന്നു പോകുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വരി ഏത് കാലത്താണ് അപ്രസക്തമാകുക? ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിച്ച ജീവിതം എങ്ങനെയാണ് ഓർക്കപ്പെടേണ്ടത് എന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ എഴുതി. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സാമൂഹിക സാഹചര്യത്തിലാണ് ആശാൻ എഴുതിയത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് അയാളുടെ പ്രതിഭയിലൂടെ മാത്രമേ കാലത്തിന് അതീതമായി നിലനിൽക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാം ആശാന്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ മരണം പോലും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. അന്ത താഴുന്നു ഞാനിതാ, അന്തമില്ലാത്തൊരു ആഴത്തിലേക്ക് താഴുന്നു ഞാനിതാ എന്ന് അദ്ദേഹം പലനയിലെ റെഡീമർ ബോട്ടപകടത്തെക്കുറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത പോകുന്നത്. ആ ബോട്ടപകടത്തിൽ അദ്ദേഹം ആ പുഴയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ തലയ്ക്ക് മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഒരുപക്ഷെ കാലത്തിൻ്റെ ദുരന്തങ്ങളെയും മുൻകൂട്ടി കാണാനുള്ള ഒരു ടെലിപ്പതി പോലും കവികൾക്കുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ആശാനെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നു. ഈ കുമാരനാശാൻ്റെ കവിതകൾ, അതായത് ജാതിക്കും മതത്തിനുമെതിരെ ഒരു ജിഹ്വയെപ്പോലെ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയെ പോലെ സംസാരിച്ച ആശാൻ എന്നും കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കും. ചാത്തൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പിന്നാക്ക സമുദായത്തിലുള്ള ഒരാളിനെ സാവിത്രി എന്നൊരു അന്തർജനത്തെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ടോർച്ച് വഹിച്ച ആളായിരുന്നു ആശാൻ. അതൊക്കെ ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ആശാനെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സുഭാഷിതം അവസാനിപ്പിക്കുന്നു. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 News Headline.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED റെയ്ഡിലെ തുടർ നടപടികൾ ഇന്നുണ്ടായേക്കും. പരിശോധനയിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ റെയ്ഡിന് നീക്കം. ശബരിമല സന്നിധാനത്ത് ഇന്നും SITയുടെ പരിശോധനകൾ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുക. A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതിയിൽ വരും. NSSുമായുള്ള ഐക്യനീക്കത്തിനിടെ SNDPയുടെ നിർണായക യോഗം ഇന്ന് ആലപ്പുഴയിൽ. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ തുഷാർ വെള്ളാപ്പള്ളി അടക്കം കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഭാരവാഹികൾ പങ്കെടുക്കും. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ആലോചനകളും ഈ യോഗത്തിലുണ്ടാവും. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് ആദരമർപ്പിക്കാൻ നിയമസഭ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും സംസാരിക്കും. ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ മാത്രം അജണ്ട. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നാളെ മുതൽ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. അറസ്റ്റ് അനിവാര്യമെന്ന SIT, കേസിൽ കക്ഷി ചേർന്ന അതിജീവിതയും. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാഴ്ചയായി ജയിലിൽ. ബസിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർ ഷിംജിതയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. ഷിംജിത ഒളിവിലാണ് എന്നാണ് പറയുന്നത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി കേസെടുത്തതോടെ ഷിംജിത ഒളിവിൽ പോയതാണ്. അറസ്റ്റ് വൈകിയാൽ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.